Good evening. Welcome all of you to our Taraka Sandhya 2025. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. A very warm welcome to all of you to Taraka Sandhya 2025. To begin with, we thank each and everyone for joining us today to make this evening a memorable one. Let's commence this Christmas celebration with full hearts and open minds. I now request our coordinator, Jins Rajan, to welcome the gathering. ദൈവതിരുനാമം മോത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ സോണിയച്ചൻ, ഇടവകയുടെ നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, നോർത്താംപ്ടൺ ഇടവകയുടെ ഈ വർഷത്തെ കരോൾ ക്രിസ്മസ് ഈവനിങ്ങിൻ്റെ ആഘോഷത്തിനായാണല്ലോ നാം എല്ലാവരും ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. എല്ലാവരെയും ആദ്യം തന്നെ ഈ സന്ധ്യയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യട്ടെ. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കൻ എഴുത്തുകാരിയായ ആഗ്നസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വാട്ട് ഈസ് ക്രിസ്മസ്? ഇറ്റ് ഈസ് എ ടെൻഡർനെസ് ഓഫ് പാസ്റ്റ്, കറേജ് ഫോർ ദ പ്രസന്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ശരിക്കും പറഞ്ഞാൽ നല്ല മനസാക്ഷിയുള്ളവരായി നാം ഓരോരുത്തരും തീരുകയാണെങ്കിൽ ക്രിസ്തുവിന് ജനിക്കാനുള്ള പുൽക്കൂട് നമ്മുടെ മനസ്സ് ആയി മാറും. അപ്രകാരം ഓരോ ക്രിസ്മസ് കഴിയും തോറും ആഘോഷങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഒരു വശത്തുണ്ടെങ്കിലും നമ്മളുടെ നല്ല മനസ്സാക്ഷിയിൽ കുടമയായി തീരുകയാണെങ്കിൽ ഓരോ ദിവസവും ക്രിസ്തുവിന് ജനിക്കാനുള്ള ഇടമായി നമ്മുടെ മനസ്സുകൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ ഇടവകയുടെ അമരക്കാരൻ, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട വർഗീസ് മാത്യു അച്ഛൻ്റെ അഭാവത്തിൽ ഈ ഇടവകയുടെ ഈ സന്ധ്യയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഇന്നത്തെ നമ്മുടെ വിശിഷ്ട വ്യക്തി, നമ്മളിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ സോണിയച്ചൻ വന്ന കാലം തൊട്ട് ഈ ഇടവകയുടെ ഒരു അഭിവാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ സാന്നിധ്യം, അച്ഛൻ്റെ കുടുംബത്തിൻ്റെ സാന്നിധ്യം ഇടവകയ്ക്ക് അനുഗ്രഹപ്രദമായ കാര്യമാണെന്നതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഒരു വൈദികൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അച്ഛനെ ഈ സന്ധ്യയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അച്ഛനോടൊപ്പം അച്ഛൻ്റെ കൊച്ചമ്മയും ഇവിടെ സന്നിധിയായിരിക്കട്ടെ. അച്ഛൻ്റെ കൊച്ചമ്മയും ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂന്നാമതായി ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, ഇടവകയ്ക്ക് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഭരണസമിതി അംഗങ്ങളെ ഹൃദ്യമായ പേരിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നിട്ടുള്ള എല്ലാവരെയും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഇന്ന് ഇവിടെ ചെറിയൊരു ഇടവക, ചെറിയ കൂട്ടായ്മയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. അതോടൊപ്പം എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം. അതുകൊണ്ട് ഈ പ്രോഗ്രാം ആദ്യയുടെ അവസാനം നിങ്ങളുടെ സാന്നിധ്യം അത് മടികൂടാതെ ഉണ്ടാവണം. അനേകരുടെ കഷ്ടപ്പാടുകളാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരന്മാർ കഴിഞ്ഞ 2-3 ആഴ്ചകളായി അവരുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ്. പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് അവർക്ക് വരും കാലങ്ങളിൽ കൂടുതൽ ഭംഗിയായി ക്രമീകൃതമായി ഇത് നടത്താനുള്ള പ്രചോദനം. ദയവായി നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിലെ കോർഡിനേറ്റർ ഏജൻസിനെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Next, to invoke the blessings of our Lord, I invite Achin, trustee and the coordinators of this program to come on stage to light the lamp.
Thank you, Acha. Let us now welcome our wonderful choir to create a heavenly atmosphere with a beautiful prayer song. Thank you, choir. We begin today's celebration with the performance of our talented kids. Let's give them a warm round of applause as they perform for us. Let
മാത്രമല്ല ഇവിടെ താഴെ നിന്ന് കളിച്ച് അവരെ പഠിപ്പിച്ച ജോസ്നാൻഡിക്കും സീനിയർ ചേച്ചിമാർക്കും കൂടെ ഒരു വലിയൊരു കൈയടി കൊടുത്തേ. We are truly honored to have our esteemed guest, Reverend Father Soni, with us this evening. Achin's words are sure to inspire and remind us of the true meaning of Christmas. Let's welcome Achin to the stage to enlighten us with an insightful message. Thank you. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, പ്രിയ കുഞ്ഞുങ്ങൾ, വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയുടെ ഭാഗമാകുവാൻ, താരകസന്ധ്യയുടെ 2025 ഭാഗമാകുവാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഇടവകയുടെ ഓരോ പരിപാടികളും ഞാൻ വളരെയധികം സൂക്ഷ്മമായി നോക്കാം. വളരെ വ്യത്യസ്തമായ ഓരോ പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരെയും അനുമോദിക്കണം എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച ഇടവകയുടെ വികാരിയച്ഛൻ, ട്രസ്റ്റി, സെക്രട്ടറി, പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ജിൻസ്, എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ക്രിസ്തുമസിൻ്റെ നിറവിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ എത്തിച്ചേരുമ്പോൾ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുക. പഴയ കാലങ്ങളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോ ഭവനത്തിൽ ഒരു സ്റ്റാർ മാത്രമേ കാണുകയുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ആധുനിക ജീവിതത്തിൽ നമ്മുടെ ഓരോ ഭവനങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ 2, 3 അല്ലെങ്കിൽ 4 സ്റ്റാർ വരെ നമ്മുടെ ഭവനങ്ങളിൽ കാണുവാനിടയുണ്ട്. പക്ഷേ പുറമോട്ട് ചിന്തിക്കുമ്പോൾ അന്ന് ഒരു ഭവനത്തിൽ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിലും നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് ക്രിസ്തുമസ് നല്ല ആഘോഷമാക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ആധുനിക തലമുറയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്റ്റാറിൻ്റെ ഘനം തന്നെ കുറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ ക്രിസ്തു ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭാര്യയും ഭർത്താവിനും ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരാൾക്ക് ഡ്യൂട്ടി ആണെങ്കിൽ മറ്റൊരാൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കും. ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസും ഇങ്ങനെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചത്. അപ്പോൾ നമ്മുടെ സ്റ്റാറുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ക്രിസ്തു ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ക്രിസ്മസിൽ നാം പ്രവേശിക്കുമ്പോൾ ഏറ്റവും വലിയ സദ്വാർത്ത എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാണ് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഏറ്റവും വലിയ സദ്വാർത്ത. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നുള്ളത്. നമ്മൾ ഇന്ന് ഈ തലമുറയിൽ സമാധാനം അന്വേഷിച്ച് തിരയുകയാണ്. പണ്ട് നമ്മൾ ഒരു കഥ കേൾക്കുവാനിടയായിട്ടുണ്ട്. കസ്തൂരിയുടെ മണം അന്വേഷിച്ച് നടക്കുകയാണ്. എന്തിനാ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും സുഗന്ധമായ മണം എവിടെ നിന്നാണ് ലഭിക്കുന്നത് അന്വേഷിച്ചാണ് കസ്തൂരിമാൻ നടക്കുന്നത്. പക്ഷേ കസ്തൂരിമാന് അറിയത്തില്ല എൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സുഗന്ധം പുറപ്പെടുവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. ദൈവപ്രസാദം ഉള്ളവർക്ക് മാത്രമേ സമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് ദൈവപ്രസാദം എന്ന് മനസ്സിലാക്കിയിരിക്കണം. ആട്ടിടയന്മാർക്കാണ്
ദൈവത്തിന്റെ അരുളപ്പാട് ഇങ്ങനൊരു ശിശു ജനിക്കുന്നു എന്ന് അവർക്ക് അരുളപ്പാടുണ്ടാകുന്നത്. രണ്ടാമതായി അവർ ഉടനെ തന്നെ അവർ ബേത്ലഹേമിലേക്ക് തിരിയുകയാണ്. രണ്ടാമതായി വിദ്വാൻമാർക്ക് അവര് ആദ്യം ചെന്ന് കയറുന്നത് കൊട്ടാരത്തിലാണ്. ഇങ്ങനൊരു ശിശു ജനിക്കുന്നു എന്ന് രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് അസ്വസ്ഥനായി മാറുകയാണ്. എന്റെ രാജ്യത്വം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആ രാജാവിന് ഉണ്ടാവുകയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ആ ഉയർച്ച എന്റേതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കണം. ആട്ടിടയന്മാർ അവരുടെ ആടുകളെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്റെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഒരു കീറത്തുണിയിൽ ചുറ്റിയിരിക്കുന്ന ക്രിസ്തുവിനെ കാണുവാനായിട്ട് അവർ പുറപ്പെടുകയാണ്. അവരുടെ ഏക സമ്പാദ്യം എന്ന് പറയുന്നത് ആടുകളാണ്. ആ ആടിനെ പോലും ഉപേക്ഷിച്ചിട്ടാണ് ലോകരക്ഷകൻ ജനിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അതെല്ലാം ഉപേക്ഷിച്ച് അവർ ക്രിസ്തുവിനെ കാണുവാൻ പോവുകയാണ്. ഈ ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിൽ കൂടെ നിൽക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർ, കരയുന്നവർ, വേദന അനുഭവിക്കുന്നവർ, അവരോടൊപ്പം കൂടെ ജീവിക്കുവാനും അവരുടെ സങ്കടത്തിൽ പങ്കുചേരുവാനും നമുക്ക് ഇടയാകണം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തന മേഖലയിലാണെങ്കിലും ഏത് പ്രവൃത്തിയിലാണെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥതയുടെ പുറകെ നാം പോകാറുണ്ട്. ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പുതിയ മനുഷ്യരായി, പുതിയൊരു സൃഷ്ടിയായി, ദൈവസ്നേഹിയായി ജീവിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, ആഘോഷങ്ങൾ. പക്ഷെ ദൈവത്തെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ആഘോഷം ആഘോഷിച്ചിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തെ ആ വിനയമുള്ള ഭാവം നമ്മുടെ മുഖത്ത് വരുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മെ പ്രേരിതമാക്കുന്നത്. സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നമ്മൾ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥാനം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. അത് മറന്നു പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങൾ ഉണ്ടായേക്കാം, നമ്മൾക്ക് ഒരുപാട് സമ്പത്തുകൾ ഉണ്ടായിരിക്കും, നമ്മൾ ആർജിക്കുന്ന റബ്ബർ തോട്ടങ്ങൾ കാണുമായിരിക്കും, പക്ഷെ നമുക്ക് ആർജിക്കുന്ന വലിയ വീടുകൾ കാണുമായിരിക്കും. പക്ഷേ അതിനപ്പുറം ദൈവസ്നേഹത്തിന്റെ, ദൈവ കരുണയോടെ, ദൈവ വിനയത്തിന്റെ ഒരു ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ആഘോഷങ്ങളൊക്കെ നമ്മുടെ ദൈവസന്നിധിയിൽ കണക്കിടുകയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കൂടുതൽ അവരെ ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളുടെ അടുത്ത് പലപ്പോഴും പലരും ഒരു നേരം ഭക്ഷണം പോലും ഇല്ലാത്തവർ കണ്ടിരിക്കാം. അവരെ ഒന്ന് പോയി കാണുവാനും അവരെ പോയി ശുശ്രൂഷിക്കുവാനും കരുതുവാനും ഉള്ള വലിയൊരു സന്ദേശമാണ് ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിന്റെ പാപം നിങ്ങളിൽ ഏവരിലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾ ദൈവത്തിന് മുമ്പ് ആകെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ.